CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമന്റക്കോസിന്റെ ബ്ലാസ്റ്റേഴ്സിലെ കരാറിനെ കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേറ്റും, ഇത് കൂടാതെ പഞ്ചാബ് എഫ്സിയുടെ സൂപ്പർ താരമായ മദി ദലാലിന്റെ ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റും, കൂടാതെ തന്നെ സഹൽ അബ്ദുസമദിന്റെ പരിക്കിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കി വരുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമന്റക്കോസിനെ കുറിച്ചാണ്. നമുക്കറിയാം ഈ ഒരു ISLന്റെ 10ാം സീസൺ കഴിയുന്നതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായുള്ള ദിമിത്രിയോസ് ഡയമന്റക്കോസിന്റെ കോൺട്രാക്ട് അവസാനിക്കുന്നതാണ്. അതേസമയം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് എല്ലാവർക്കും ഒരു സംശയമുള്ളത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ISLന്റെ 11ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടിയിട്ട് ദിമിത്രിയോസ് ഡയമന്റക്കോസ് കളിക്കുമോ എന്നതാണ്. ഏതായാലും ഇതിനെ കുറിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ ഗോളിന്റെ പുറത്തേക്ക് വീട്ടിട്ടുണ്ട്. ആ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിമിത്രിയോസ് ഡയമന്റക്കോസിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ തുടരാൻ അധികമൊന്നും ആഗ്രഹമില്ലാത്തത് എന്നാണ്. ഏതായാലും നമുക്ക് ഗോളിന്ത്യയുടെ റിപ്പോർട്ടിലേക്കൊന്ന് വ്യക്തമായി കടക്കാം. ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കായി നിലവിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഗ്രീക്ക് സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമന്റക്കോസിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മാനേജ്മെന്റ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, അഥവാ ഒരു ഓഫർ നൽകിയിട്ടുണ്ട്. പക്ഷേ ദിമിത്രിയോസ് അതൊന്നും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. മറിച്ച് ISLലെ മറ്റു ക്ലബ്ബുകൾക്ക് അഥവാ മറ്റു ഓഫറുകൾക്ക് വേണ്ടി താരം ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. മികച്ച ഓഫറുകൾക്കായി കാത്തിരിക്കുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ തന്നെ ISLൽ നിന്നും 3 ക്ലബ്ബുകളാണ് നിലവിൽ താരത്തിന് ഓഫർ നൽകിയിട്ടുള്ളത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഏതായാലും ദിമിത്രിയോസ് ഇതുവരെ ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി നൽകിയ ഓഫർ സ്വീകരിച്ചിട്ടില്ല എന്നും കൂടാതെ തന്നെ മറ്റു ക്ലബ്ബുകളുടെ ഓഫറിന് വേണ്ടി നിലവിൽ താരം വെയിറ്റ് ചെയ്യുകയാണ് എന്നുമൊക്കെയാണ് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അടുത്ത ISL സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്ക് വേണ്ടി പന്ത് തട്ടാൻ ദിമിത്രിയോസ് ഡയമന്റക്കോസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നത് പഞ്ചാബ് എഫ്സിയുടെ സൂപ്പർ താരമായ മദി ദലാലിനെ കുറിച്ചാണ്. ഏതായാലും താരത്തെ കുറിച്ചുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതിൽ ഈ ഒരു ഡീൽ ഡൺ ആയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. ഇതൊരു എക്സ്ക്ലൂസീവ് ട്രാൻസ്ഫർ ന്യൂസ് ആണ്. പഞ്ചാബ് എഫ്സിയുടെ സൂപ്പർ താരമായ മദി ദലാൽ ഈസ്റ്റ് ബംഗാളിലേക്ക് ചേക്കേറിയിരിക്കുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അടുത്ത ISL സീസണിൽ നമുക്ക് മദി ദലാലിനെ ഈസ്റ്റ് ബംഗാളിലായിരിക്കും കാണാൻ സാധിക്കുക എന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് ഏതായാലും ഒരു കൺഫേംഡ് ന്യൂസ് തന്നെയാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ സൂപ്പർ താരമായ സഹൽ അബ്ദുസമദിനെ കുറിച്ചാണ്. നമുക്കറിയാം താരത്തിന് മുൻപ് ഒരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നുകൊണ്ട് ഇന്ത്യയുടെ മത്സരവും താരത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏതായാലും ISL ട്രാൻസ്ഫർ മാർക്കറ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് കിട്ടിയ റിപ്പോർട്ടിൽ പറയുന്നത് സഹൽ അബ്ദുസമദ് എന്ന സൂപ്പർ താരത്തിന് 2 ആഴ്ചത്തേക്ക് റെസ്റ്റ് വേണമെന്നാണ്. ആ ഒരു കാലയളവിലൊന്നും താരം കളിക്കില്ല എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 26-ന് അഥവാ ഈ മാസം 26-ന് വരാൻ പോകുന്ന അഫ്ഗാനിസ്ഥാനെതിരായുള്ള മത്സരവും താരത്തിന് നഷ്ടമാകുമെന്നും ISL ട്രാൻസ്ഫർ മാർക്കറ്റ് ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഏതായാലും ഈ ഒരു 3 അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതിനെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. 12K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് നമ്മുടെ ഈ ചാനൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു ISL ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.